Hello guys, today we will discuss about another type of database management system, that is object relational model. Object relational model. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് റിലേഷണൽ ഡാറ്റാബേസ്. റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ എന്ന് പറയുമ്പോൾ ഒരു ടേബിളായിട്ട് അറേഞ്ച് ചെയ്യും. ഓരോ റോയും റിലേറ്റഡ് ആയിരിക്കും. മൊത്തം റോ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഒരു എംപ്ലോയീസിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലെ എംപ്ലോയീസോ വർക്കേഴ്സിൻ്റെയോ ഡാറ്റാബേസ് ആയിരിക്കും. ഓരോ ടേബിളിലെ ഓരോ റോയും റോൾ നമ്പർ 501 നെയിമാണ് KV സൂര്യ, മാർക്കാണ് 4879, ടോട്ടൽ മാർക്ക് ആവറേജ് ആണ് 90. അപ്പോൾ ആ ടേബിളിലെ ആ റോയിലെ എല്ലാ ആട്രിബ്യൂട്ട്സും റിലേറ്റഡ് ആണ്. ടോട്ടൽ എല്ലാ എലിമെൻസും ഒരു സിംഗിൾ ഓർഗനൈസേഷനിലാണ്. ദിസ് ഈസ് റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ നമ്മൾ പറഞ്ഞു. ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് അതിന്. സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ്, കൺസെപ്റ്റ് സിംപ്ലിസിറ്റി, ഡിസിഷൻ ഇംപ്ലിമെന്റേഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഈസ് ഓഫ് യൂസേജ്, അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. ജനറലി യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് മോഡലാണ് റിലേഷണൽ മോഡൽ. ദെൻ we already discussed about object oriented model simply. Okay, ഒരു object oriented database system വെച്ചാൽ that can store objects, okay, it can be used to store data from variety of media sources. അതാണ് object oriented model. Object oriented model concept എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്നൊരു മോഡലാണ്. ഡാറ്റാബേസ് ആയാലും കൺസെപ്റ്റ് ആയാലും. ഇപ്പോൾ C++, ജാവ, PHP പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും അതുപോലെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് അടക്കം ലാംഗ്വേജുകൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റാണ്. അതിനെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റാബേസ് മോഡലാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി യൂസ് ടു സ്റ്റോർ ഡാറ്റ ഫ്രം വെറൈറ്റി ഓഫ് മീഡിയ സോഴ്സസ് ജസ്റ്റ് ലൈക്ക് ഫോട്ടോഗ്രാഫ്സ്, ടെക്സ്റ്റ്, അങ്ങനെ വെറൈറ്റി ഓഫ് മീഡിയ സോഴ്സിൽ നിന്ന് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം ആൻഡ് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ഇൻ എ മൾട്ടിമീഡിയ ഫോർമാറ്റ്. അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇറ്റ് ക്യാൻ ബി യൂസ് ടു സ്റ്റോർ ഡാറ്റ ഫ്രം എ വെറൈറ്റി ഓഫ് മീഡിയ സോഴ്സസ് സച്ച് ആസ് ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ടെക്സ്റ്റ് ആൻഡ് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ഇൻ എ മൾട്ടിമീഡിയ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് ബേസിക്കലി ജനറൽ കൺസെപ്റ്റായ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റായ ഒബ്ജക്റ്റ്, ക്ലാസ്, അബ്സ്ട്രാക്ഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, എൻക്യാപ്സുലേഷൻ ഇതുപോലുള്ള കൺസെപ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഇൻഹെറിറ്റ് ചെയ്യാം. ഒരു ക്ലാസ്സിൽ നിന്ന് പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാം. പർട്ടിക്കുലർ പ്രോപ്പർട്ടീസ് മാത്രം നമുക്ക് എൻക്യാപ്സുലേറ്റ് ചെയ്യാം. ഒബ്ജക്റ്റും ക്ലാസ്സും ഓരോ ഒബ്ജക്റ്റായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യണത്, മൊത്തം സ്ട്രക്ചറിനെ. എന്നിട്ട് ഒരു ക്ലാസ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ക്ലാസ്സിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ഒബ്ജക്റ്റിനെ ബേസ് കൊണ്ട് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് നമുക്ക് ജനറലി യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ഒത്തിരി അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അതിന്. Then we are moving to object relational model. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിൻ്റെയും റിലേഷണൽ മോഡൽ കൺസെപ്റ്റിൻ്റെയും എല്ലാ പ്രോപ്പർട്ടീസും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഒബ്ജക്റ്റ് റിലേഷണൽ ORDBMS, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇറ്റ്സ് വെരി ഫേമസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി എൻവയറമെൻറ്റിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഒത്തിരി എൻവയറമെൻറ്റിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഇവിടെ ഈ ഫിഗറിലുണ്ട് എവറിത്തിങ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റായ ഒബ്ജക്റ്റ്, ക്ലാസ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എൻക്യാപ്സുലേഷനും അതുപോലെ റിലേഷണൽ ഡാറ്റാബേസ് മോഡലിൻ്റെ ഫീച്ചേഴ്സായ ഇൻറ്റഗ്രിറ്റി, കൺകറൻസി, കോറി പ്രോസസിങ്, അങ്ങനെ എല്ലാ കൺസെപ്റ്റും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഒബ്ജക്റ്റ് റിലേഷണൽ മോഡൽ. ഇറ്റ് ഈസ് ദ DBMS ഈസ് നോൺ ആസ് ORDBMS, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ആൻഡ് ഒബ്ജക്റ്റ് റിലേഷണൽ മോഡൽ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മോഡൽ ആൻഡ് റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ. Right, an object relational model is a combination of object oriented database model and relational database model. Okay, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ORDBMS എക്സാമ്പിളാണ് PostgreSQL, Oracle,
മൈക്രോസോഫ്റ്റിൻ്റെ SQL സെർവർ ഇതൊക്കെ യൂസ് ചെയ്തത് ORDBMS ആണ്, ഒബ്ജക്റ്റ് റിലേഷണൽ കൺസെപ്റ്റ് ആണ് കേട്ടോ. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒറാക്കിൾ, PostgreSQL, അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ SQL സെർവർ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ORDBMS കൺസെപ്റ്റ് ആണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ് ആണ്. PostgreSQL വേൾഡ് വൈഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ലാംഗ്വേജ് ആണ്. അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ SQL സെർവർ, അതുപോലെ ഒറാക്കിൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡാറ്റാബേസ് കമ്പനി ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ORDBMS കൺസെപ്റ്റ് ആണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് അതിന് അഡ്വാൻറ്റേജ്? ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. എക്സ്റ്റെൻസിബിലിറ്റി, ഓക്കെ, നമുക്ക് എത്ര വേണമെങ്കിലും അഡീഷൻ ചെയ്യാം, എത്ര കോംപ്ലക്സ് ഡാറ്റ ടൈപ്സും നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഒത്തിരി അങ്ങനെ അഡ്വാൻസ് കൺസെപ്റ്റ് നമുക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള എക്സ്റ്റെൻസിബിലിറ്റി ഫെസിലിറ്റി ORDBMS പ്രൊവൈഡ് ചെയ്യുന്നു. സപ്പോർട്ട് കോംപ്ലക്സ് ടൈപ്സ്, ഓക്കെ, ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സും നമുക്ക് ആഡ് ഓൺ ചെയ്യാം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റാബേസിൻ്റെ മാനിപ്പുലേഷൻ നടത്താം, ഡാറ്റയുടെ മാനിപ്പുലേഷൻ നടത്താം. അപ്പോൾ ഇതെന്ത് ഇങ്ങനെ ആഡ് ഓൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫ്ലെക്സിബിലിറ്റി ഇൻ ഓർഗനൈസിങ് ദ ഡാറ്റ ഓൺ എ സ്ട്രക്ചർ. മനസ്സിലായോ? നമ്മൾ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുണ്ട്, ഒരു കോളംസും റോ ഒക്കെ ആയിട്ട് ഒരു ടേബിൾ നമ്മൾ ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഡാറ്റേനെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഈ ORDBMS പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻഹെറിറ്റൻസ്, another one, object relational database model allows its users to inherit objects, tables, etc. മറ്റൊരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് ആവശ്യമായ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ ആവശ്യമായത് മാത്രം നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാം. വി ക്യാൻ ഇൻഹെറിറ്റ് എനി പ്രോപ്പർട്ടീസ് ഫ്രം അതർ databases or other tables or other tuples, from other tuples. Okay, then encapsulation. Okay, encapsulation എന്ന് പറഞ്ഞാൽ encapsulation can be used within object relational database in the form of tables. ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ടേബിളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐറ്റംസ് മാത്രം നമുക്ക് എൻക്യാപ്സുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടേബിളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഇത് മാത്രം, ഇപ്പോൾ കോൺടാക്ട് നമ്പർ മാത്രം നമുക്ക് വേണമെങ്കിൽ മാത്രം നമുക്ക് എൻക്യാപ്സുലേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ടേബിളിലേക്ക് നമുക്കത് ആഡ് ഓൺ ചെയ്യാം. റൈറ്റ്, അങ്ങനെ വളരെ നല്ല ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് റിലേഷണൽ ഡാറ്റാബേസ് മോഡലിന്. നമുക്ക് അഡ്വാൻറ്റേജസിനെ നമുക്ക് 4ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എക്സ്റ്റെൻസിബിലിറ്റി, സെക്കൻഡ് വൺ കോംപ്ലക്സ് ടൈപ്സ്, തേർഡ് വൺ ഇൻഹെറിറ്റൻസ് ആൻഡ് ഫോർത്ത് വൺ എൻക്യാപ്സുലേഷൻ. അങ്ങനെ മെയിനായിട്ട് നമുക്ക് 4 വിധത്തിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. അഡ്വാൻറ്റേജസിന് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് മോഡലാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ. ഓക്കെ, മാനേജ്മെന്റ് സിസ്റ്റം ഈസ് നോൺ ആസ് ORDBMS, ഒബ്ജക്റ്റ് ഓറിയന്റഡ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. എക്സാമ്പിൾ മൈക്രോസോഫ്റ്റിന്റെ SQL സെർവർ, ഒറാക്കിൾ, PostgreSQL തുടങ്ങി വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡാറ്റാബേസ് ലാംഗ്വേജുകൾ കമ്പനികളൊക്കെ യൂസ് ചെയ്യുന്നത് ORDBMS കൺസെപ്റ്റാണ്. ഓക്കെ, പിന്നെ സ്വാഭാവികമായിട്ടും എപ്പോഴും നമ്മൾ അഡ്വാൻറ്റേജ് ഡിസ്കസ് ചെയ്യുമ്പോൾ there exists some disadvantages also. ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന്. കോംപ്ലക്സിറ്റി, ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റും റിലേഷണൽ കൺസെപ്റ്റും കമ്പൈൻഡ് ആയിട്ടാണ്, അപ്പോൾ ആ കോംപ്ലക്സിറ്റി കൂടും, സ്വാഭാവികം. ഓക്കെ, there exists കോംപ്ലക്സിറ്റി, യെസ്, ഡൗട്ടൊന്നുമില്ല. കാരണം ദിസ് മോഡൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസ് സിസ്റ്റം ആൻഡ് റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റം. അങ്ങനെ ആകുമ്പോൾ സ്ട്രക്ചർ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെ നമുക്ക് ആക്സസിബിലിറ്റിയും ചേഞ്ചിങ് വരുത്താനും ഒത്തിരി കോംപ്ലിക്കേഷൻ വരും പ്രോസസ്സിങ്ങിന്. സോ there exists specific complexity. Increased cost, yes, there exists a cost for implementing the combined object oriented and relational database management system. ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും there exists a കോസ്റ്റ് ഉണ്ട്. ആൻഡ് തേർഡ് വൺ, സിംപ്ലിസിറ്റി ആൻഡ് പ്യൂരിറ്റി ഓഫ് റിലേഷണൽ മോഡൽ വിൽ നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത റിലേഷണൽ മോഡലിന് ഒത്തിരി സിംപിൾസിറ്റിയും പ്യൂരിറ്റിയും ഉണ്ട്. അത് ടേബിളായിട്ട് അറേഞ്ച് ചെയ്യുന്നു, കൃത്യമായിട്ട് നമുക്ക് പ്രോഗ്രാമേഴ്സിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് എളുപ്പമാണ്, ഡാറ്റാബേസ് യൂസേഴ്സിന് നമുക്ക് ആക്സസിങ് എളുപ്പമാണ്, ഒക്കെ ശരിയാണ്, കൃത്യമായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. സിംപ്ലിസിറ്റി ആൻഡ് പ്യൂരിറ്റി ഉണ്ട് റിലേഷണൽ മോഡൽ. പക്ഷേ when we are moving to the
object-oriented and when we are moving towards the combination of object-oriented model and relational model, അതിന് ആ റിലേഷണൽ മോഡലിൽ സ്പെസിഫിക് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു പ്യൂരിറ്റിയും ഒരു സിംപ്ലിസിറ്റിയും വിൽ ലോസ്. കാരണം സ്ട്രക്ചർ മാറി, ഒബ്ജക്റ്റ് കൺസെപ്റ്റും റിലേഷണൽ കൺസെപ്റ്റും കമ്പൈൻഡ് ആയിട്ടാണ്. സോ അതിന് ബേസിക്കലി ഉണ്ടായിരുന്ന സിംപ്ലിസിറ്റിയും പ്യൂരിറ്റിയും ലോസ് ആവും. ഇതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ദെയർ എക്സിസ്റ്റ് 3 main disadvantages for the ORDBMS. First one, complexity. Second one is the increased cost. And third one is the simplicity and purity of relational model. Exclusive ആയിട്ട് റിലേഷണൽ മോഡൽ ഉണ്ടായിരുന്ന സിംപ്ലിസിറ്റിയും പ്യൂരിറ്റിയും വിൽ ലോസ് ഇൻ ദ കോമ്പിനേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആൻഡ് റിലേഷണൽ മോഡൽ. ഓക്കെ, these are the main disadvantages of ORDBMS. Okay, so we are now discussing about the fifth model of database management system. It is the combination of object-oriented modeling and relational model. It is known as the object-oriented relational model. The database management system is known as the ORDBMS, object-oriented relational database management system. Okay, object-oriented relational database management system. Okay, it is a combination of both object-oriented relational model and object-oriented relational model and relational model. Okay, ORDBMS. Okay, the major companies in the worldwide നമ്മൾ നോക്കുമ്പോൾ മേജർ കമ്പനീസ് ആയ ഒറാക്കിളും മൈക്രോസോഫ്റ്റിന്റെ SQL സെർവറും ഒറാക്കിളും PostgreSQL ഒക്കെ യൂസ് ചെയ്യുന്നത് ORDBMS കൺസെപ്റ്റ് ആണ്. ഓക്കെ, ORDBMS concept. Okay, it is a combination of both object oriented model and relational model. Relational model നല്ല ഫീച്ചേഴ്സും ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിലെ ഫീച്ചേഴ്സും എല്ലാം എടുത്ത് കമ്പൈൻ ചെയ്ത് ജനറേറ്റ് ചെയ്തിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം മോഡലാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ. ഓക്കെ, okay, here you can see the combination of object-oriented programming principle and relational database features. അതായത് ഒബ്ജക്റ്റ്, ക്ലാസ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എൻകാപ്സുലേഷൻ പോലുള്ള ഒബ്ജക്റ്റ്-ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിൾസും ഇൻറ്റഗ്രിറ്റി, കൺകറൻസി, കോറി പ്രോസസ്സിംഗ്. കോറി സിമ്പിളായിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാം, പ്രോസസ്സിംഗ് എളുപ്പമാണ്. ഈ റിലേഷണൽ മോഡലിൻ്റെ ബേസിക് ഫീച്ചേഴ്സാണ്. ഇതെല്ലാം ചേർത്ത് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, രണ്ട് ഡാറ്റാബേസ് മോഡലിൻ്റെ നല്ല ഫീച്ചേഴ്സ് എല്ലാം എടുത്ത് കമ്പൈൻ ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ORDBMS. ഓക്കെ, കമ്പൈൻ ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ORDBMS. എക്സാമ്പിൾ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ SQL സെർവർ, ഒറാക്കിള്, അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ SQL സെർവർ, PostgreSQL. ഇതുപോലെ PostgreSQL ഒക്കെ വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് സപ്പോർട്ട് സോഫ്റ്റ്വെയർ ആണ് PostgreSQL. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ORDBMS കൺസെപ്റ്റാണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, സോ ഹിയർ ബൈ I am concluding. We are discussing about the combination of object oriented and relational database management system. It is known as the ORDBMS. It combines the both features of the object-oriented model and relational database model. It has so many advantages and disadvantages. Extensibility, complex types, inheritance, and encapsulation is the basic advantages of ORDBMS. But there is some disadvantages. The complexity is there, increased cost is there. The simplicity and purity of the relational model will not exist in the ORDBMS concept. Okay, so hereby I am concluding.